അപ്പോൾ ഇന്നൊരു മോർണിംഗ് സ്റ്റഡി വ്ളോഗാണ്. ഒരു 7:30 7:45 ആയപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഒരു 8 മണിയായപ്പോഴത്തേക്ക് ഞാൻ പഠിക്കാനിരുന്നു. ഇപ്പോൾ നമുക്ക് പ്രാക്ടിക്കലിൻ്റെ പബ്ലിക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫസ്റ്റ് എക്സാം മാത്സ് ആയിരുന്നു, സെക്കൻഡ് എക്സാം കെമിസ്ട്രി ആയിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് പോയത്. വൈവയൊക്കെ നല്ല ബെറ്ററായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നാളെ നമുക്ക് ഫിസിക്സിൻ്റെ പ്രാക്ടിക്കൽ എക്സാം നടക്കുവാണ്. സോ ഞാൻ കരുതി മാനുവലും റെക്കോർഡും ഒബ്സർവേഷൻ ബുക്കൊക്കെ വെച്ചൊന്ന് പഠിച്ച് എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് സെറ്റാക്കാമെന്ന്. നമുക്ക് 14 എക്സ്പെരിമെൻ്റ് ആയിരുന്നു റെക്കോർഡിൽ എഴുതാനുണ്ടായിരുന്നു. അതാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൽ 12 എണ്ണം പഠിച്ചാൽ മതി എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ 12 എണ്ണമല്ല, 9 എണ്ണമായിരുന്നു. ഇതാണ് എൻ്റെ സിംബ. പഠിക്കുമ്പോൾ എപ്പോഴും ആക്കേൻ്റെ അടുത്ത് വന്നിരിക്കണം. ആൾ വഴക്കൊന്നും ഉണ്ടാക്കില്ല. എൻ്റെ മടിയിൽ ഇങ്ങനെ കയറി ഇരുന്നാൽ മതി. ആൾക്ക് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഇന്നൊരു പീസ്ഫുൾ സ്റ്റഡി ഡേ ആക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്രേവിങ്സ് കൂടിയാണ് കേട്ടോ ഇന്ന് കഞ്ഞിയൊക്കെ കുടിച്ചത്. പിന്നെ പഠിച്ച സാധനം പിന്നെയും കുറേ പഠിച്ചിട്ട് കുറേ എഴുതി നോക്കിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മെയിൻ കാര്യം എന്നും പറയുന്ന പോലെ തന്നെ പഠിക്കുന്നതിനിടയ്ക്ക് നമുക്ക് ഫുഡ് മെയിനാണ്. കാരണം പഠിക്കാൻ ചാർജ് കിട്ടണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചതെല്ലാം ടിക്ക് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 5 എക്സ്പെരിമെൻറ്റ് ഞാൻ ഉച്ചയ്ക്ക് മുന്നേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലഞ്ച് കഴിച്ചു, കുറച്ച് ക്യാരറ്റും കൂടെ കഴിച്ചിട്ട് ഉച്ച വരെയുള്ള പഠനം ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.